ശ്രീജിത്ത് സാർ നമസ്കാരം. ഇന്ന് ഈ പറയുന്നത് പോലെ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തെ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ റോഡുകൾ തടഞ്ഞുകൊണ്ട് സമ്മേളനം നടത്തുന്നതിനെതിരായിക്കൊണ്ട് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ആ സമയത്താണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള വിജയരാഘവൻ എന്നൊരു പ്രസ്താവന നടത്തിയത്. എന്തിനാണ് ഇത്ര തിരക്ക്? അല്ലെങ്കിൽ കാറിൽ തന്നെ പോകണം എന്താണ് ആളുകൾക്ക് ഇത്ര നിർബന്ധം? നടന്നു പോയാൽ പോരെ? ഞങ്ങളൊരു സമ്മേളനം നടത്താൻ വേണ്ടി ഒരു വേദി കെട്ടിയപ്പോഴേക്കും അതിനെതിരായിക്കൊണ്ട് എല്ലാവരും രംഗത്ത് വരുന്നു. ആളുകൾക്ക് നടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതൊന്നും ഓർമ്മയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെതിരെ വളരെ ശക്തമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വിജയരാഘവനെ പോലുള്ള നേതാക്കന്മാർക്ക് പറ്റുന്നത്? പാർത്ഥൻ, ഈ വിഷയത്തില് ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് റോഡ് സത്യം. എന്ന് പറയുന്നത് പൊതുഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നും അത് പ്രധാനമായിട്ടും വാഹനങ്ങളാണ് അതിൽ കൂടി പോകുന്നത് എന്നും അവിടെ മനുഷ്യർക്ക് കാൽനടയായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുമൊക്കെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളാണ്. അപ്പൊ നമ്മുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് പ്രശ്നം. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കൊച്ചുകുട്ടി, അതായത് ഈ വലിയ ലോക പരിജ്ഞാനമൊന്നും ഇല്ലാത്ത അത്യാവശ്യം മാത്രം പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റോഡ് എന്തിനാണ് മോളെ അല്ലെങ്കിൽ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് അത് എന്തിനാണ് എന്ന് പറഞ്ഞു തരും, അല്ലെ? അപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നോക്കിയൊക്കെ വേണം ക്രോസ് ചെയ്യാൻ എന്നൊക്കെ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ തന്നെ നമ്മളെ ഉപദേശിക്കും. അത് ഈ ഒരു വലിയ വേൾഡ് വ്യൂ ഉണ്ടായത് കൊണ്ടല്ല, നേരെ മറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സാമാന്യ യുക്തി അഥവാ കോമൺ സെൻസ് അവർക്കുള്ളത് കൊണ്ടാണ്. അത് നമ്മുടെയൊക്കെ ഭാഗ്യവുമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അഭിപ്രായം പറയുന്നു. അത് തന്നെ പൊതുജനങ്ങളുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പറയുന്നു. ഇതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? ഒരു റോഡിൽ ആ റോഡിലുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലത്തേക്ക് അവിടെ സ്റ്റേജ് കെട്ടിയിട്ട് CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുന്നു. ഇത് പൊതുഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം ഈ റോഡ് എന്ന് പറയുന്നത് സ്റ്റേജ് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമല്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കവലകളിലൊക്കെ തന്നെ റോഡിനോട് ചേർന്ന് നിന്ന് ചില സമയങ്ങളിലൊക്കെ തന്നെ റോഡിന്റെ ഒരു ഭാഗത്തിനെ കവർന്നെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പും സമ്മേളനവും ഒക്കെ നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ ഇങ്ങനെയുള്ള സ്റ്റേജുകൾ വരാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ സ്റ്റേജുകൾ ഇങ്ങനെ റോഡിലേക്ക് എൻക്രോച്ച് ചെയ്ത് വരാറില്ല. ഒരുപക്ഷെ പ്രവർത്തകരൊക്കെ കൂടി നിൽക്കുന്നത് റോഡിലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് പോലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണെങ്കിലും അവിടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തന്നെ സ്വമേധയാ വോളണ്ടിയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സമ്മേളനങ്ങളിലും പോലീസിനെ ഇൻഫോം ചെയ്യുന്നതുകൊണ്ട് പോലീസുകാരും അവിടെ ഈ റോഡ് നിയന്ത്രിക്കുന്നതിന്, ഗതാഗതം നിയന്ത്രിക്കുന്നതിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു പ്രയോറിറ്റി എല്ലാ കാലവും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. ചില സമരങ്ങൾ നടക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ വിജയരാഘവൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയെ നമ്മൾ നോക്കുക. അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നിപ്പോവുക ഈ നമ്മുടെ നാട്ടിലുള്ള റോഡുകൾ എന്ന് പറയുന്നത് പാർട്ടി സമ്മേളനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നാണ്. അതായത് മൈതാനങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല, അതുകൊണ്ട് വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് റോഡുകളിലേക്ക് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ചെയ്യാം, എന്നിട്ട് അവിടെ നമുക്ക് സമ്മേളനങ്ങൾ നടത്താം. ഈ റോഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പാർട്ടി സമ്മേളനങ്ങൾ നടത്താനും പൊതുജനത്തിന് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വാഹനം ഉപയോഗിച്ച് യാത്ര ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ടല്ല ഇവിടെ റോഡുകൾ ഉള്ളത്. പിന്നെ തന്നെയുമല്ല, അദ്ദേഹം മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെ? നമ്മൾ എന്തിനാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്? നമുക്ക് നടന്നു പോയിക്കൂടെ? ഒരു 10 കാറൊക്കെ പോകാനുള്ള വഴി ഇപ്പോഴും അവിടെ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ അദ്ദേഹം ഒരു പടി അതിന് കടത്തിക്കൂടി വീണ്ടും പറയുന്നുണ്ട്. അതായത് ഈ നിങ്ങള് ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഇങ്ങനെ നടന്നങ്ങ് പോയാൽ പോരെ? അതായത് നമ്മള് പൂർണ്ണമായിട്ടും ഒരു സസ്റ്റൈനബിലിറ്റിയെ പറ്റി പറയുന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുകയാണ്. ഇതൊക്കെ തന്നെ വലിയ പ്രശ്നമാണ്. അതായത് 25 കാറുകൾ വരുന്ന സമയത്ത് 25 ആൾക്കാരെ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മളത് പറയുന്നത് എങ്കിൽ, സസ്റ്റൈനബിലിറ്റി ഗോൾസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം ഒരാൾ മാത്രമായിട്ട് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന പൊല്യൂഷനെ പറ്റി നമുക്കറിയാം, റോഡിലുണ്ടാകുന്ന തിരക്കിനെ പറ്റി നമുക്കറിയാം, വലിയ വീതിയില്ലാത്ത റോഡുകളാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ട്രാഫിക് ജാമിനെ പറ്റി നമുക്കറിയാം, ഇതൊക്കെ അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? കാർ പൂളിംഗ് പോലെയുള്ള മാർഗങ്ങൾ, പൊതുഗതാഗത സംവിധാനത്തിനെ ഉപയോഗിക്കുക, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്ന് കരുതി നമ്മുടെ നാട്ടിലെ റോഡിൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നും ഇല്ലാത്തപ്പോ ആൾക്കാർ വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എന്തോ വലിയ അപരാധമാണ്, നമ്മൾ നടന്നാണ് പോകേണ്ടത് എന്നൊക്കെ പറയുന്ന ശ്രീ വിജയരാഘവൻ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഒന്ന് ചെക്ക് ചെയ്യണം. മുഖ്യമന്ത്രി നടന്നാണോ പോകുന്നത്? അല്ല, വാഹനത്തിലാണ് പോകുന്നത്.
തൊട്ടപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും അദ്ദേഹം നടന്നല്ല പോകുന്നത്, വാഹനത്തിലാണ് പോകുന്നത്. അദ്ദേഹം വാഹനത്തിൽ പോകുമ്പോൾ അതിനെ അനുഗമിച്ചുകൊണ്ട് മറ്റെത്ര വണ്ടികളുണ്ട്? ഈ വണ്ടികളെല്ലാം നിറഞ്ഞ് കുത്തി നിറച്ച ആളെ കയറ്റിയാണോ പോകുന്നത്? ഇവരെല്ലാം പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല. അപ്പൊ ഈ പറയുന്ന കാര്യത്തിലുള്ള പൊള്ളത്തരത്തിനെ പറ്റി മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് ഇത് പറയുന്ന ആളിന് തന്നെയാണ്. പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്നോ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള നിയമങ്ങളില്ല എന്നോ പ്രാഥമികമായ റോഡ് എന്തിനാണെന്നോ ഉള്ള പൂർണ്ണമായ ബോധ്യമുള്ള ഒരാൾ തന്നെ കോമൺ സെൻസിനെ വെല്ലുന്ന രീതിയിലത്തേക്കുള്ള ഇത്തരത്തിലുള്ള കമന്റുകൾ പാസ്സാക്കിയാണ്. ഇവിടെ പൊതുജനങ്ങൾക്ക് ഏറെ രസകരമായിട്ടുള്ള ചില കമന്റുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രസംഗിക്കാൻ വേണ്ടി വന്ന നേതാക്കന്മാർ, ഈ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കന്മാർ ഹെലികോപ്റ്റർ വിളിച്ചുകൊണ്ടാണോ ഈ പറയുന്ന സമ്മേളന സ്ഥലത്തേക്ക് വന്നത്? ഇന്ന് ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ നേതാക്കന്മാരുടെ കാറുകളുടെ നിര ഇതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ അലക്കുന്ന ഒരു കാഴ്ചയൊന്ന് കണ്ടു. ഈ ജനങ്ങളുടെ, അതായത് ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, എനിക്ക് ഇരട്ട വോട്ടുകളുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ കേസിൽ പ്രശാന്തൻ പറഞ്ഞതുപോലെ CPM-ന്റെ നേതാക്കന്മാരൊക്കെ എന്തും ആളുകളോട് പറയാം, അതൊക്കെ വിശ്വസിച്ചോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയോ എന്നുള്ളതാണ്. ഈ CPM-ന്റെ പല മുതിർന്ന നേതാക്കന്മാരും പല വിഷയങ്ങൾ വരുന്ന സമയത്ത് ഈ കോമൺ സെൻസിനെ വെല്ലുന്ന രീതിയിലത്തേക്ക് സംസാരിക്കുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ മുമ്പ് ശ്രീ MV ഗോവിന്ദൻ ഇതേപോലെയുള്ള കുറേയധികം പരാമർശങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടു. ചില കാര്യങ്ങളൊക്കെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഡിനയലാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടാകും. ടിയാനൻമെൻ സ്ക്വയറിൽ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള കലാപങ്ങളോ പ്രശ്നങ്ങളോ അധികാര വാഴ്ചയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയെ അതാണ് നുണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയമസഭയിൽ നുണ പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നത് CPM-ന്റെ പല നേതാക്കന്മാരും നമ്മുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളും പറയുന്നതാണ്. അത് നിയമസഭയുടെ ഉള്ളിൽ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന് പുറത്ത് പറയുന്നത് കണ്ടിട്ടുണ്ട്. ഒരു തവണ സാന്ദർഭികമായിട്ട് ടിയാനൻമെൻ സ്ക്വയറിൽ അന്ന് അവിടുത്തെ ഭരണകൂടം എന്തൊക്കെ രീതിയിലത്തേക്കുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്തത് എന്നതിനെ പറ്റി നമ്മുടെ നിയമസഭയിൽ ഒരു ചർച്ചയുണ്ടാവുകയും ആ സമയത്ത് നമ്മുടെ ശ്രീ MV ഗോവിന്ദൻ നിയമസഭാ സാമാജികനായിരിക്കെ അദ്ദേഹം അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള അല്ലെങ്കിൽ കേട്ടതുപോലെയുള്ള കാര്യങ്ങളൊന്നും ടിയാനൻമെൻ സ്ക്വയറിൽ നടന്നിട്ടില്ല, അതൊക്കെ വെറുതെ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ കോമൺ സെൻസ് എവിടെ പോയി? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ചരിത്രപരമായിട്ടുള്ള അറിവുകൾ എവിടെ പോയി? അതിനെയൊക്കെ തന്നെ നിഷേധിക്കുന്ന കാര്യം നമ്മുടെ സഭയിൽ തന്നെ പറയുകയാണ്. അപ്പൊ അതൊക്കെ തന്നെ സഭാ രേഖകളായിട്ട് മാറുകയാണ് എന്നുള്ളത് ഒരു വശം. ഇനി ഇതേ ശ്രീ MV ഗോവിന്ദൻ തന്നെ സഭയ്ക്ക് പുറത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ തന്നെ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി വരുന്ന സമയത്ത് അതിന്റെ പ്രയോജനം എന്താണ് എന്ന് പറഞ്ഞത് തന്നെ എനിക്കൊന്ന് കൂറ്റനാടോ മറ്റോ നിന്ന് ആൾക്കാർ അപ്പവുമായിട്ട് എറണാകുളത്തേക്ക് പോയി ഞൊടിയിടയിൽ ഇത് ചൂടോടുകൂടി വിറ്റ് പണവും സമ്പാദിച്ച് ഒരു ചായയും കുടിച്ച് തിരിച്ച് പെട്ടെന്ന് തന്നെ അടുത്ത ട്രെയിനിൽ കയറി കൂറ്റനാട്ടേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ രീതിയിലത്തേക്കുള്ള ലോജിക്കാണ് ഇവർ പല വിഷയങ്ങളിലും പറയുന്നത്. അപ്പൊ ഇത് ആൾക്കാരുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്നു എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. രണ്ടാമത് ഈ ആൾക്കാരുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന അവിടെ നിൽക്കട്ടെ, പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കോടതികൾ പറയുന്ന അവരുടെ റൂളിങ്ങിനെ വെല്ലുവിളിക്കാൻ നിൽക്കുകയാണ്. കോടതി പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റാണെന്നോ അല്ലെങ്കിൽ അതാണ് സാമാന്യ യുക്തിക്ക് നിരക്കാത്തത് എന്നുള്ള അഭിപ്രായമുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്നതിനോ അതിനെ വിമർശിക്കുന്നതിനോ ഒക്കെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കൂ. അദ്ദേഹം പറയുന്നത് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ പൊതുഗതാഗതത്തിനെ തടസ്സം വരുത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഇവിടെ ആരാണ് ഇത്തരത്തിലുള്ള സ്റ്റേജുകൾ നിർമ്മിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇവിടെ അത് ചെയ്താൽ എന്തോ വലിയ കുറ്റമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായമാണ് ഇന്ന് പലരും പറയുന്നത് എന്ന് പറഞ്ഞ് കോടതിയെ പോലും വിമർശിക്കുന്ന തരത്തിലാണ് ശ്രീ വിജയരാഘവന്റെ പ്രസ്താവന വരുന്നത്. ശ്രീ വിജയരാഘവനും സമാനമായിട്ടുള്ള പല പ്രസ്താവനകളും മുമ്പ് നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനിതിൽ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. തന്റെ മുന്നിലിരിക്കുന്ന പാർട്ടി അണികളായിട്ടുള്ള ആൾക്കാർക്ക് കോമൺ സെൻസിന് വിരുദ്ധമായിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞാലും അവരത് വിശ്വസിച്ചുകൊള്ളും, അവർ കൈയടിച്ചുകൊള്ളും, അവർ താൻ പറയുന്നതാണ് സത്യം എന്ന രീതിയിലത്തേക്ക് വിശ്വസിച്ച് അതിനെ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു ബോധ്യമുണ്ട്. ഇവരെ പറ്റി ഒരു കഥയുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി. അത് പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ പല ആൾക്കാരും പറയാറുള്ളതുമാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വന്നു നിന്ന് തന്റെ മുന്നിലുള്ള ആൾക്കാരോട് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇപ്പോൾ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും വിശ്വസിക്കും എന്നാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള, അതായത് കോമൺ സെൻസിനെ പൂർണ്ണമായിട്ടും എടുത്ത് കുഴിച്ചു മൂടിയതിനു ശേഷമുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്ന പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഉണ്ട് എന്നതൊരു പരിഹാസ്യമായിട്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. അപ്പൊ അതിനെ ശരിവെക്കുന്ന രീതിയിലത്തേക്ക് കോമൺ സെൻസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്
റോഡുകൾ കയറി അതിനെ എൻക്രോച്ച് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷനെ ന്യായീകരിച്ചുകൊണ്ട് കോടതികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായിരുന്ന മുമ്പ് പാർലമെന്റ് അംഗമായിരുന്ന ഒരു വ്യക്തി വന്ന് ഈ രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ലജ്ജാവഹമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തിനും ഏതിനും പ്രബുദ്ധ മലയാളി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഇതേപോലെയുള്ള നേതാക്കന്മാരെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിലെ വൈരുദ്ധ്യം. കാരണം പൊതുജനത്തിന്റെ കോമൺ സെൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനേക്കാൾ കോമൺ സെൻസ് കുറഞ്ഞ അഭിപ്രായം നേതാക്കന്മാരിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ രീതിയിലത്തേക്കുള്ള വൈരുദ്ധ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സാറ് പറഞ്ഞതുപോലെ പൊതുജനങ്ങളുടെ കോമൺ സെൻസിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തകരായി നിൽക്കുന്ന ഒരുപാട് പേരെയാണ് ഇത്തരമൊരു പ്രസ്ഥാനത്തെ നശിപ്പിക്കരുത് എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള കമന്റുകളും വരുന്നുണ്ട്. എന്തായാലും നേതാക്കന്മാർക്ക് ആ തരത്തിലുള്ള ബോധം വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.